ഞാൻ ദിവസവും രാവിലെ ഒരു 5:30ക്കൊക്കെ എണീക്കും. എന്നിട്ട് പല്ല് തേച്ച്, മുഖം കഴുകി, കൈയും കാലും മുഖം കഴുകി വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ കുറച്ച് എക്സസൈസ് ചെയ്യും വീട്ടില്. വീട്ടില് കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് ഫ്ലോർ എക്സസൈസ് ഒക്കെ വീട്ടിലേ ചെയ്യുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ജിമ്മിലേക്ക് പോകും. ജിമ്മിൽ പോകുന്നത് സത്യത്തിൽ എൻ്റെ മോന്റെ നിർബന്ധം കൊണ്ട് പോകുന്ന കേട്ടോ. എൻ്റെ മൂത്ത മോൻ ഇങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഈ നടക്കുക അല്ലെങ്കിൽ ഫ്ലോർ എക്സസൈസ് ചെയ്യുക അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഏജ് ആവും തോറും മസിൽ വീക്ക് ആവും. അപ്പൊ ഈ മസിൽ സ്ട്രെങ്തൻ വരണമെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റ് ചെയ്താലേ പറ്റൂ. ഒരുപാട് വലിയ ആളുകൾ ചെയ്യുന്ന മാതിരി അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ഈസി ആയിട്ടുള്ളത് ചെയ്താൽ മതി, ഹെവി ആയിട്ടുള്ളതൊന്നും ചെയ്യണ്ട എന്നിങ്ങനെ അവൻ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത്. ജിമ്മിൽ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഞാൻ ചെയ്യും. വീട്ടിലൊരു ഈ പറഞ്ഞ മാതിരി ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ വീട്ടിലും ഞാൻ ചെയ്യാറുണ്ട്. വീട്ടിൽ ചെയ്യുന്നത് ഫ്ലോർ എക്സസൈസ് ആണ്. അപ്പൊ ഞാൻ വീട്ടിൽ ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നത് കുറച്ച്, ഞാൻ എൻ്റെ ഏജിനനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതല്ലാതെ ഇത് ചിലപ്പോൾ ചിലവർക്ക് ഒരു ഫണ്ണി ആയിട്ട് തോന്നാം, ചിലവർക്ക് ഇത് ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ മറ്റേ ഉദയനാണ് താരത്തിൽ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞ മാതിരി ഇത് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച കുറച്ച് ഭാവങ്ങളാണെന്നൊക്കെ പറയുന്ന മാതിരി ഞാനിത് ചെയ്യും. അപ്പൊ ഞാൻ കുറച്ച് കാണിച്ചു തരാം. കാരണം ഒരിക്കലും നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ കഴിയുന്നതും മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ നോക്കുക. ഈ നടക്കാനും ഇരിക്കാനും ഇപ്പൊ എനിക്ക് ചമ്മറം പടിഞ്ഞ് ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ മുട്ടുവേദന വരാതിരിക്കാനുള്ള എക്സസൈസ് അതൊക്കെ ചെയ്യാം. ഇങ്ങനെ ചെറിയ 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 കുറച്ച് ആക്റ്റീവ് ആയിരിക്കുക വീട്ടിലിങ്ങനെ. നമ്മളിപ്പോ സ്ത്രീകൾ പൊതുവേ, നമ്മളെല്ലാവരും, സ്ത്രീകളെന്നല്ല പുരുഷന്മാരും അതെ, രാവിലെ ഒരു നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ്, ഇപ്പൊ ഞാനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒരാളെന്ന് തന്നെ പറയാം. അപ്പൊ ഈ റിട്ടയർമെന്റ് ലൈഫ് നമ്മൾ കുറച്ച് ആക്റ്റീവ് ആക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാവിലെ എണീറ്റു, നമ്മൾ പല്ല് തേച്ചു, മോൻ കഴുകി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ടി വിയുടെ മുമ്പിലിരുന്നു. പിന്നെയും നമ്മൾ ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിച്ചു, ടി വിയുടെ മുമ്പിലിരുന്നു, ചിലപ്പോൾ ഒന്ന് ഉറങ്ങി. അങ്ങനെയൊന്നും അല്ലാതെ രാവിലെ ഒരു മണിക്കൂറൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് നമ്മളുടെ ഏജിന് ഇത് മതിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ എക്സസൈസും ജിമ്മിലും കൂടെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു ഊർജം വരും നമുക്ക്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്ന കുറച്ച് എക്സസൈസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഒരുപാട് സന്തോഷം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്ലോർ എക്സസൈസ് ചെയ്യാൻ നമുക്ക് ഫ്ലോറിൽ മുട്ടുകുത്തുമ്പോൾ ചിലപ്പോൾ വേദനയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ, നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ഉപകാരമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരുന്നിട്ട് ഓക്കെ, ഇനി 1 2 3 4 5 6 7 8 9 10. ഇതിങ്ങനെ ഒരു 20 ടൈംസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കിടക്കുക. കിടന്നിട്ട് നമുക്കിങ്ങനെ ഫുള്ള് എഴുന്നേൽക്കാനൊന്നും, അപ്പൊ എനിക്ക് 63 വയസ്സായി. അപ്പൊ ഫുള്ള് എണീക്കാനൊന്നും പറ്റില്ലായിരിക്കാം, തല പൊക്കാൻ. കൈ ഇങ്ങനെ തലയുടെ ബാക്കിൽ വെച്ചിട്ട് കാല് രണ്ടും ഇങ്ങനെ മടക്കിയിട്ട് 1 2 3. ഇത് ആപ്സ്, വയറ് കുറയാനൊക്കെ നല്ലതാണ്. ഇതിങ്ങനെ ഒരു 20 ടൈംസ് ചെയ്യാം. പിന്നെ 1 2 3
4, 5, 6, 7, 8. ഇതിങ്ങനെ ഒരു 20 ടൈംസ് ചെയ്യാം. പിന്നെ ഇതിനെല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സസൈസ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യം നമുക്ക് കുറച്ച് സ്ട്രെയിൻ ആയിട്ട് തോന്നും, പക്ഷെ ചെയ്ത് 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 ശീലമാവും. അപ്പൊ നമുക്ക് ഒരു ദിവസം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് പോയതുപോലെ തോന്നും. ഏജ് ആയവര് ഇതൊക്കെ ചെറിയ 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 എക്സസൈസ് ആണ്. പോസിൽ നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതൊരു 20 ടൈംസ് ചെയ്യും. ഇത് ഞാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഉമ്രപ്പടിയിൽ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടില്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ തൊടുക ചെയ്യാവൂ. പക്ഷെ ഇങ്ങനെ നിൽക്കണം, ടോസിൽ നിൽക്കണം. എന്നിട്ട് ശ്വാസം വെള്ളിക്ക് വലിക്കുക, പിടിച്ചു വെക്കുക. ഇതിപ്പോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി 20 ആയപ്പോൾ നിർത്തിയതാണ്. ആക്ച്വലി ഒരു 50 വരെയൊക്കെ ഞാൻ ബ്രത്ത് ഇങ്ങനെ പിടിച്ചു വെക്കും. തീരെ അങ്ങ് ഇതൊക്കെ ചെയ്യാൻ മടിയുള്ളവരുണ്ടാകും, ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവർക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് കാണിക്കാം. നമ്മുടെ ആൾക്കാരല്ലേ, എന്തൊക്കെ കമന്റുകളാ വരിക എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവർക്കൊരു അവസരം കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കിടക്കുക, കിടന്നിട്ട് തലേണ വെച്ചോളൂ, സൗകര്യമാണത്. ഓക്കെ, ഞാൻ തലേണ മാറ്റി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഈ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക കാല്. ചിലപ്പോ കാലിന്റെ ഉള്ളംകാല് ചെറിയ വേദന എടുക്കും, ആ വെയിൻ ഇങ്ങനെ വലിയുന്ന ഒരു വേദന എടുക്കും. ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത്. കാലിങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് കാലിനൊരു വാമപ്പ് പോലെ ഒരു എക്സസൈസ് കൊടുക്കുക. ഈ കാലിനും അതുപോലെ കൊടുക്കുക, ഇത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതൊരു 20 ടൈംസ് ചെയ്യാം. ഇതിൽ തന്നെ ഞാൻ ചെയ്യുന്ന എന്താ കാണിച്ചു തരാം. 1, 2, 3, 4, 5. ഇതിങ്ങനെ ഞാൻ ചെയ്യും. ഇങ്ങനെ ഒരു ബെഡ് ആവുമ്പോ ഒരു ബൗൺസ് നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ഒരു ദിവസത്തെ എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. ഇത് ഡെയിലി ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour എങ്കിലും ചെയ്യുക. 1 hour ചെയ്താൽ വളരെ നല്ലത്.
പിന്നെ നിങ്ങൾ TV കാണുമോ, എന്ത് വേണേ ചെയ്തോളൂ. ഇത് കഴിഞ്ഞിട്ട് നല്ലപോലെ വെള്ളം കുടിക്കണം. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോയാലും ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി വെയിറ്റിനനുസരിച്ചാണ് വെള്ളം കുടിക്കുന്നത്. അല്ലാതെ വെറുതെ എല്ലാവരും കൂടെ അങ്ങനെ കുറെ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ എന്നോടൊരു 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനൊരു 3 ലിറ്റർ വെള്ളം കുടിക്കും. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്ത് നമ്മുടെ ഫാറ്റ് നന്നായിട്ട് ബേൺഡ് ആവും. ഞാനിങ്ങനെ ഒരു വാച്ച് കെട്ടിയിരിക്കണോണ്ട് എനിക്ക് കറക്റ്റായിട്ട് എത്ര കലോറി ബേൺഡായി എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ ഒരു ദിവസം ഞാൻ എത്ര നടക്കുന്നു, ഇത് ഫുൾ ടൈം കെട്ടിക്കൊണ്ടേയിരിക്കും, എത്ര നടക്കുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യുക. വെറുതെ സാരി ഉടുത്തും പൂക്കളുടെയും ചെടിയുടെ ഇടയിൽ കൂടെ നടന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യവും കൂടെ പറയണ്ടേ. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. ബൈ.